മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. കേസിൽപ്പെട്ടവരുടെ മന്ത്രിമാരായിട്ടില്ലേ, MLA മാരായിട്ടില്ലേ? അതിന് പ്രതിച്ഛായക്ക് ഒരു കുഴപ്പമില്ല. സുഗതന്റെ കൗൺസിലായിട്ട് തുടരുന്നത് കോർപ്പറേഷന് ഒരു പ്രതിച്ഛായ തകർക്കുമോ എന്ന് കരുതുന്നുണ്ടോ? പ്രതിച്ഛായക്ക് ബാധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? ഇവിടെ കൊലക്കേസിൽ പ്രതിയായ ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടില്ലേ? ആയിട്ടുണ്ടോ ഇല്ലയോ? പ്രതിച്ഛായ നല്ല പ്രതിച്ഛായയാണോ അതിന്? ഞാൻ അല്ല, അത് പ്രതിച്ഛായ പ്രശ്നമൊന്നുമില്ലേ? എങ്കിൽ ഇതിന് പ്രശ്നമില്ല. അത് പ്രശ്നം ഉണ്ടാവില്ലേ? ആ പ്രശ്നം ഇല്ലേ? പീഡന കേസിൽപ്പെട്ടവരുടെ മന്ത്രിമാരായിട്ടില്ലേ, MLA മാരായിട്ടില്ലേ? അതിന് പ്രതിച്ഛായക്ക് ഒരു കുഴപ്പമില്ല. ഈ ഒരു രാഷ്ട്രീയ സമരത്തിൽപ്പെട്ടത് മാത്രമേ പ്രതിച്ഛായ പ്രശ്നമുള്ളൂ. ഉത്തരം പറയാം, എങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. മനസ്സിലായില്ലേ? ഓക്കെ, അത് തന്നെയാണ് ഉത്തരം. നിങ്ങൾ കേട്ടില്ലേ? ഇത് BJP-യുടെ നിലപാടാണ്, മേയർ VV രാജേഷിന്റെ നിലപാടാണ്. ഇവിടെ കുറെ മാധ്യമങ്ങൾ ഇപ്പോ സുഗതനെയും പൊക്കിപ്പിടിച്ചിട്ട് വല്ല ഡയലോഗാ. BJP-യുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടോ, സർക്കാർ ജയിലിൽ നിന്നൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചോ, അതൊക്കെ BJP-ക്ക് വലിയ പ്രശ്നമല്ലേ എന്നൊക്കെ, പ്രതിച്ഛായ നഷ്ടപ്പെട്ടോ എന്നൊക്കെയാ മാധ്യമങ്ങൾ നിരന്തരം നിന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ തന്നെയുള്ള മറുപടിയാ. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കൊലക്കേസ് പ്രതി മുഖ്യമന്ത്രിയായിട്ടില്ലേ? ഇതൊക്കെ മലയാളികൾ ഒന്നടങ്കം തിരിച്ചറിയുന്നല്ലേ? ഇവിടെ കൊലക്കേസ് പ്രതിയല്ലായിരുന്നോ മുഖ്യമന്ത്രിയായിരുന്നത്? VV രാജേഷ ഈ ചോദിക്കുന്നത്. പീഡനം നടത്തിയ, പീഡനത്തിൽ പ്രതിയായിട്ടുള്ള ആളെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചിരുന്നു. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പുറത്തിട്ടിട്ടോ MLA സ്ഥാനം അത് രാജിവെപ്പിക്കാൻ കോൺഗ്രസ് നിന്നിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ സുഗതനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്ന അതേ സമയത്തല്ലേ കോൺഗ്രസിന്റെ മുൻ KPCC പ്രസിഡന്റ്, നിലവിലെ കണ്ണൂരിലെ MP K സുധാകരന് എറണാകുളത്ത് ഗുണ്ടാ മീറ്റിംഗ് നടത്തിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ? അപ്പോ കേരളം ഭരിക്കുന്ന കോൺഗ്രസിന് ഒരു പ്രതിച്ഛായക്കും ഒരു മങ്ങലും ഏറ്റിട്ടില്ലേ? അങ്ങനെ കോൺഗ്രസിനേൽക്കാത്ത, CPM-ന് ഏൽക്കാത്ത എന്ത് പ്രതിച്ഛായ മംഗലാണ് BJP കേൾക്കുമെന്ന് ഇവിടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സുഗതനുമായി ബന്ധപ്പെട്ട കേസ് ഒരു തല കുനിച്ചു നിൽക്കേണ്ട കേസുമല്ല. വളരെ വ്യക്തമാണ്, ജനങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കേസാ. അല്ലാതെ ഗുണ്ടാപ്പണി എടുത്തതിനോ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും പീഡന കേസോ അല്ല. വളരെ വ്യക്തമാണ്, പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കേസ്. അതും അടിപിടി കേസ് എന്ന്, പിന്നെ പോലീസിനെ ആക്രമിച്ചു എന്ന കേസൊക്കെയാണ് കേസായിട്ട് വന്നിട്ടുള്ളത്. പൊതുജനത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണല്ലോ പോലീസിനോട് എന്തെങ്കിലും പറയേണ്ടി വരിക. പോലീസിനോട് മാന്യമായിട്ട് പറഞ്ഞാൽ പോലും ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എതിർപക്ഷത്തുള്ള നട്ടലുള്ള നേതാവായിട്ടുള്ള സുഗതനെതിരെ ഇവര് കേസെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന തിരുവനന്തപുരത്ത് കൗൺസിലറായിട്ട് വിജയിക്കുമ്പോ, ഇവിടെ നോമിനേഷൻ കൊടുക്കുമ്പോ കൃത്യമായിട്ട് എന്തൊക്കെ കേസുണ്ട് എന്ന് എഴുതി കൊടുത്തതിന് ശേഷം സുഗതൻ അവിടെ കൗൺസിലർ ആയിട്ടുള്ളത്. അതായത് ജനങ്ങൾ അവിടെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഇടതു സർക്കാർ ചുമത്തിയിട്ടുള്ള കേസാ. ജനങ്ങൾക്കതറിയാം. അതായത് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് സുഗതനെ വിജയിപ്പിച്ചിട്ടുള്ള ഓരോ ആളുകൾക്കറിയാം ഇടതുപക്ഷം കൊടുത്തിട്ടുള്ള കള്ളക്കേസാണ് സുഗതനെതിരെ ഉള്ളത് എന്ന്. കള്ളക്കേസ്, പൊളിറ്റിക്കലി ഇടതുപക്ഷം എടുത്ത കേസ് മാത്രമാ സുഗതനെതിരെ ഉള്ളത്. അതേസമയം ഇവിടെ ഇടതുപക്ഷം എന്തൊക്കെ കേസ്, ആർക്കൊക്കെ എന്തൊക്കെ ഗുണ്ടാപ്പണി എടുത്തിട്ട് എന്തൊക്കെ വിഷയങ്ങളുണ്ട്. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് പോലും ആരാ? ഇവിടെ ആർക്കതൊക്കെ അറിയാത്തത്? അങ്ങനെ എത്ര കൊലപാതകങ്ങൾ, എത്ര ആക്രമണങ്ങൾ ഇനി കോൺഗ്രസ് എടുത്താൽ മറ്റെന്തെങ്കിലും ഒരു വിപരീത റിസൾട്ട് ഉണ്ടോ? ഗുണ്ടാ മീറ്റിംഗ്, കേരളം ഭരിക്കുന്നവർ ഗുണ്ടാ മീറ്റിംഗ് നടത്തുന്ന നാളല്ലേ കോൺഗ്രസിന്? ഒരു ഉളുപ്പില്ലേ? കേരളം ഭരിക്കുന്നത് കോൺഗ്രസ്, എന്നിട്ട് ഒരു MP-യുടെ മുൻ KPCC പ്രസിഡന്റ് നേതൃത്വത്തിൽ എറണാകുളത്ത് ഗുണ്ടാ മീറ്റിംഗ്. ഇതിലൊന്നും ഒരു പ്രതിച്ഛായ ആർക്കും മങ്ങൂല. ഒക്കെ മങ്ങുന്ന BJP-ക്ക്. നാളല്ലേ മാധ്യമങ്ങൾക്ക് 24 മണിക്കൂറും ഇതിങ്ങനെ വിളിച്ചു പറയാൻ? ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് സമയമായിട്ടല്ലായിരുന്നോ ശബരിനാഥ് രംഗത്തെത്തിയിട്ട് കോക്കയില് ജീവനുണ്ടെങ്കിൽ ഇറക്കില്ല എന്നൊക്കെ പറയുന്നത്? ആ കോൺഗ്രസ് എന്തേ മുട്ടുമടക്കിയിട്ട് സർക്കാർ എന്തേ ജയിലിൽ നിന്ന് സത്യപ്രതിജ്ഞക്ക് അനുമതിയൊക്കെ കൊടുത്തത്? പേടിച്ചിട്ടാ, മറ്റൊന്നല്ല.
പേടിച്ചിട്ടാ. ഈ പറയുന്ന ശബരിനാഥിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ കുറച്ച് കൗൺസിലർമാരുണ്ട്. ആ കൗൺസിലർമാർ ഒരു അവിശ്വാസ പ്രമേയം വന്നാൽ എത്ര ആള് കോൺഗ്രസിനൊപ്പം ഉണ്ടാകുന്നുള്ളത് കേരള ജനത തിരിച്ചറിയൂ. വി രാജേഷ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയതുപോലെ അല്ല ഇപ്പൊ കൂടുതൽ ജനപിന്തുണ വന്നു, കൂടുതൽ കൗൺസിലർമാരുടെ പിന്തുണയും വന്നിട്ടുണ്ട്. അതിന് ഞങ്ങൾക്കൊരു അവസരം തരൂ, ഞങ്ങൾ അതങ്ങ് തെളിയിക്കുക എന്ന് വി രാജേഷ് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പേടിച്ചിട്ടാ ഇപ്പോ ജയിലിൽ നിന്നാണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഞങ്ങൾ അനുവദിച്ചു എന്ന രീതിയിൽ കേരള സർക്കാർ എതിർത്തുകൊണ്ട് രംഗത്തെത്താഞ്ഞത് സകല മലയാളികളും തിരിച്ചറിയാ. ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് യു ഡി എഫും എൽ ഡി എഫും കൂടെ ഒരു കൗൺസിലർക്ക് നേരെ കാപ്പ ചുമത്തി. ഇടതുപക്ഷല്ലേ കാപ്പ ചുമത്തിയിട്ടുള്ളത്? അതിനിപ്പോ ചുക്കാൻ പിടിച്ചുകൊണ്ട് സകലതും ചെയ്ത് കൊക്കിലി ജീവനുണ്ട് പുറത്തിറക്കൂല എന്ന് പറയുന്നത് കോൺഗ്രസ്. ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലറെ ജയിലിൽ അടച്ച് ഒരിക്കലും ഇനി കൗൺസിലിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞത് ശബരിനാഥ്, കോൺഗ്രസിന്റെ നേതാവ്. അതൊരു ജനാധിപത്യ പ്രശ്നമല്ലേ? അത് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കലല്ലേ? സുഗതന്റെ വീട്ടിലേക്ക് കേരള പോലീസത്തെ ആകാശത്തേക്ക് വെടിവെക്കുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യലല്ലേ? ഇതൊക്കെ നേരെ തിരിച്ച് കേരളം BJP ഭരിക്കുമ്പോ കോൺഗ്രസിനെതിരായിരുന്നു ഇതൊക്കെ പറഞ്ഞത് എങ്കിൽ ഇവിടെ എന്തുമാതിരി വലിയ ബഹളം സംഭവിക്കോ? ഒരു കൗൺസിലറായിട്ട് പോലും കോൺഗ്രസ് എത്ര ക്രൂരമായിട്ടാണ് സുഗതനെതിരെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ മലയാളികൾ ഗൗരവത്തിൽ തിരിച്ചറിയും. പിന്നെ മാധ്യമങ്ങളോട്, കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളോട്, UDF-നും LDF-നും ഇവിടെ ആക്രമണവും എന്ത് പീഡന വിഷയം ഉണ്ടെങ്കിലോ ഒരു മങ്ങലും ഏൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്, ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിന്, ഇടതുപക്ഷത്തിനെതിരെ നട്ടെല്ല് നിവർത്തി സംസാരിച്ചതിന് അവർ ആരടാ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഞാനടാ എന്ന് പറയുന്ന നേതാവായതുകൊണ്ട് ഇടതുപക്ഷം ചാർത്തിക്കൊടുത്ത കേസാണ് എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിഞ്ഞു. ഇനി മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ BJP-യുടെ പ്രതിച്ഛായ മങ്ങിയോ എന്ന നിലവിളി തന്നെ നിങ്ങൾ UDF-നും LDF-നുമുള്ള പണിയെടുക്കലാണ് എന്നുള്ളത് മലയാളികൾ തിരിച്ചറിയും. പിന്നെ പ്രതിച്ഛായ മങ്ങിയോ എന്ന് പറയണമെങ്കിൽ പ്രതിച്ഛായ BJP-ക്ക് ഉണ്ട് എന്നുള്ളത് പ്രമുഖ മാധ്യമങ്ങൾ അംഗീകരിക്കുന്നത് കൂടിയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. BJP-യുടെ തലസ്ഥാന നഗരി ഭരിക്കുന്ന BJP-യുടെ പ്രതിച്ഛായൊന്നും ഈ പറയുന്ന തുക്കട കേസുമായിട്ട് ഈ രംഗത്തെത്തി ഒരാളെ അങ്ങ് പൂട്ടി ഒതുക്കിയാലും ഈ പറയുന്നത് പോലെ നിങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാലൊന്നും ആ പ്രതിച്ഛായക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല. നിങ്ങൾക്കൊക്കെ ധൈര്യമുണ്ടോ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നേരിട്ട് അങ്ങ് ഇറങ്ങാൻ? തലസ്ഥാന നഗരി ഒന്നടങ്കം BJP-ക്കൊപ്പം നിൽക്കും. ഇപ്പോഴൊക്കെ ഒരു തിരഞ്ഞെടുപ്പിനെ UDF-ഉം LDF ഒക്കെ നേരിട്ട തലസ്ഥാന നഗരിയിൽ ഉപ്പ് വെച്ച കലം പോലെ കോൺഗ്രസും ഇടതുപക്ഷവും ആവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.